നാൾ നമ്മുടെ സ്പൈഡർമാൻ നമ്മളെ രക്ഷിക്കാൻ വന്നേക്കാണ് ഗൈസ്. വെള്ളപ്പൊക്കത്തിൽപ്പെട്ട ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ വീട്ടിൽ സ്പൈഡർമാൻ ഇറങ്ങിയിട്ടുണ്ട്. സ്പൈഡർമാനെ ഞങ്ങളെ ഇത് രക്ഷിക്കാമോ? അപ്പൊ ഗൈസ്, എല്ലാവർക്കും ആക്ടിവിറ്റിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. പുതിയൊരു എപ്പിസോഡ് നമ്മൾ കിടിലം വെള്ളപ്പൊക്കത്തിന്റെ എപ്പിസോഡാണ് ഗൈസ്. നമ്മളിവിടെ അപ്പർ കുട്ടനാട് ഏരിയയാണ്. നമുക്ക് വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് എല്ലാ വർഷവും ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. നമ്മൾ ഓണം പോലെയൊക്കെ എല്ലാ വർഷവും നമുക്ക് വരുന്നതാണ്. പക്ഷേ ഇത്തവണത്തെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ വെള്ളപ്പൊക്കം ഭയങ്കര രൂക്ഷമാണ്. പെട്ടെന്നുണ്ടായിട്ടുള്ള മിന്നൽ പ്രളയം നമ്മളെ സംബന്ധിച്ച് ശരിക്കും നല്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം ഞാൻ പതുക്കെ വെള്ളപ്പൊക്കത്തിൻ്റെ അപ്ഡേഷൻ വീഡിയോസൊക്കെ ഓരോ ദിവസം ഷോർട്സ് ആയിട്ട് ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഈ ഇരിക്കുന്ന ആൾ നമ്മുടെ സ്പൈഡർമാൻ നമ്മളെ രക്ഷിക്കാൻ വന്നേക്കാണ് ഗൈസ്. വെള്ളപ്പൊക്കത്തിൽപ്പെട്ട ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ വീട്ടിൽ സ്പൈഡർമാൻ ഇറങ്ങിയിട്ടുണ്ട്. സ്പൈഡർമാനെ ഞങ്ങളെ ഇത് രക്ഷിക്കാമോ? സ്പൈഡർമാൻ ഇതാ വെബൊക്കെ പായിച്ചിട്ട് ഗൈസ്. അപ്പോൾ എന്താന്ന് വെച്ചാലേ നമ്മുടെ ഇവിടെ മുഴുവൻ വെള്ളമായിട്ടുണ്ട് ഗൈസ്. മുറ്റത്തെല്ലാം വെള്ളമായി. നമ്മുടെ ചെടികളൊക്കെ ഇരിക്കുന്ന അവസ്ഥ കണ്ടോ? അതൊന്നും പറയണ്ട ഗൈസ്. ഇന്നലെ മുഴുവൻ കഷ്ടപ്പെട്ട് റെഡിയാക്കി വെച്ചേക്കുന്ന ചെടികളാണ്. ഇതെല്ലാം പിന്നെയും വെള്ളത്തിൽ മുങ്ങിപ്പോയി കേട്ടോ. ഇത് കണ്ടോ, നമ്മുടെ ചെടികൾ ഞാനൊരു ബെഞ്ച് വെച്ചിട്ട് ബെഞ്ചിൽ കുറച്ച് ചെടികൾ കയറ്റി വെച്ചിട്ടുണ്ട്. പക്ഷെ ബെഞ്ചൊക്കെ ചരിഞ്ഞിരിക്കുകയാണ്. ഏത് സമയത്തും ഇതെല്ലാം വെള്ളത്തിൽ പോകാം. അയ്യോ രക്ഷയില്ല ഗൈസ്. ഇത്രയും ചെടികൾ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നതായിരുന്നേ. ബാക്കി കുറേ ചെടികളൊക്കെ മുങ്ങി. ഇതൊരു മുല്ലയാണ് മുങ്ങി നിൽക്കുന്നു. നമ്മുടെ ഒരു അഗ്ലോണിമ വെറൈറ്റി ചെടി നിൽക്കുന്നു, അത് മുങ്ങി നിൽക്കുന്നു. നിൽക്കുന്നു നമ്മുടെ കുറച്ച് വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്നു. ചൈനീസ് ബോൾസം ഉണ്ട്, വിങ്ക ഉണ്ട്, അതൊക്കെ വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്നു. നമ്മുടെ ഒരു അഗ്ലോണിമ കണ്ടോ ഗൈസ്. ഇത് അത്യാവശ്യം നല്ലൊരു ഇൻഡോറായിട്ട് വെക്കാൻ പറ്റുന്ന ചെടിയായിരുന്നു. അഗ്ലോണിമ ഉണ്ട്, ഒരു ഫേണുണ്ട്. ഇതൊക്കെ ഏകദേശം മുങ്ങി ഗൈസ്. എന്ത് ചെയ്യാനാ, നമ്മൾ വർഷാവർഷം നമ്മൾ ഈ ഒരു പ്രശ്നം അനുഭവിച്ചേ മതിയാവൂ. അതാണ് അപ്പർ കുട്ടനാട്ടുകാരുടെ ഒരു അവസ്ഥ. അപ്പം ഞാനിത് എങ്ങോട്ടെങ്കിലും ഒന്ന് എടുത്ത് വെക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൽ താഴെയൊക്കെ ഞാൻ ചവിട്ടുന്നിടത്തൊക്കെ ചെടികളുണ്ട് ഗൈസ്. ഈ ചെടികളൊക്കെ ഏകദേശം നമുക്കെല്ലാം മുങ്ങി നിൽക്കും. എന്തോ ചെയ്യാനാണ് ഗൈസ്, രക്ഷയില്ല. അപ്പം ഇതാണ് നമ്മുടെ അപ്പർ കുട്ടനാടൻ മേഖലയുടെ ഒരു അവസ്ഥ. ഇവിടെ എല്ലാം ചെടികളാണ് ഗൈസ്. എല്ലാം പണിയായി. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ടാങ്കുകളിലൊക്കെ ഫിഷ് ഉണ്ട്. നമുക്ക് ഗപ്പീസ് കുറച്ചുണ്ടായിരുന്നേ. അപ്പോൾ ഗപ്പീസൊക്കെ ഫ്ലോട്ടിംഗ് സ്റ്റേജിലാണ്. എല്ലാം ഒഴുകി പോകാനുള്ള സാധ്യതയുണ്ട്. ഈ താമരക്കുളം കണ്ടോ, ഈ താമരക്കകത്തെല്ലാം നമുക്ക് ഗപ്പീസ് ഉണ്ട്. ഒരു താമര ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതിനകത്ത് ഗപ്പി ഉള്ളതായിരുന്നു. ആ ഗപ്പിയെല്ലാം, ഇതൊരു താമരപ്പോട്ടാണ്, ആ ഗപ്പിയെല്ലാം പോയി. അതുപോലെ തന്നെ ഹൈഡ്രാഞ്ചിയ മുങ്ങി, എല്ലാ ചെടികളും മുങ്ങി ഗൈസ്. ഇന്നലെ കഷ്ടപ്പെട്ടെല്ലാം എനിക്കാണ് നല്ല സൈനസ് ഇൻഫെക്ഷൻ ഉണ്ട്. എന്നിട്ട് ഞാൻ എല്ലായിടത്തും മാറ്റി വെച്ചതാണ്. പക്ഷേ അതെല്ലാം അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് സേവ് ചെയ്യാൻ പറ്റാതെ പോയി, എല്ലാം രക്ഷപ്പെടുത്താൻ പറ്റാതെ പോയി. ഇനിയിപ്പം അടുത്ത പരിപാടി എന്താ വെച്ചാൽ ഈ ഗപ്പികളെ സേഫ് ആക്കണം. കുറച്ച് ചെടികളെങ്കിലും ഒന്ന് പൊക്കി വെക്കണം ഗൈസ്. ഒരു ഇരുതലമൂരി ടൈപ്പ് ഒരു പാമ്പ് വരുന്നതാണോ ഗൈസ്. ഇതുണ്ട്, ഇത് വിഷമൊന്നും ഇല്ലാത്തതാണ്, മണ്ണിൽ താമസിക്കുന്നതാണ്. അത് ഇങ്ങനത്തെ കുറേ ജീവികളുണ്ട് കേട്ടോ. നമ്മുടെ ഇവിടേക്കുള്ള പ്രശ്നം ഇതാണ്, ഈ പാമ്പുകളും പ്രശ്നങ്ങളൊക്കെ വരും. ഇത് നമ്മുടെ ഒരു ഗപ്പി ടാങ്കാണ്. ഇത് ഒരു ഫ്രിഡ്ജ് ബോക്സിൽ കുറച്ച് ഗപ്പീസൊക്കെ ഉണ്ടായിരുന്നു. അതിനെ വലുതിനെയൊക്കെ പിടിച്ച് കുറച്ച് കുട്ടികളുണ്ട് അതിനകത്ത്. അപ്പോൾ എന്തായാലും മൊത്തത്തിൽ ഇതാണ് വെള്ളപ്പൊക്കം നമ്മുടെ ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടാങ്കുകളൊക്കെ ഒന്ന് സേഫ് ആക്കി വെക്കാനുള്ള പരിപാടിയാണ്. അപ്പം വെള്ളപ്പൊക്കം നമ്മൾ ദൂരെ നിന്ന് കാണുന്ന ആൾക്കാർക്കും വർഷത്തിലൊരിക്കൽ നമുക്ക് കുറച്ച് സമയം ഒന്ന് എൻജോയ് ചെയ്യാമെന്ന് വെച്ചാലും ബാക്കിയുള്ള സമയങ്ങളൊക്കെ നമുക്ക് വെള്ളപ്പൊക്കം ദുരിതം തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ വീട് കണ്ടോ, നമ്മൾ ഈ വെള്ളപ്പൊക്കം പേടിച്ചിട്ട് ഇങ്ങനെ പൊക്കിയാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് വീട്ടിൽ വെള്ളം കയറില്ല. പക്ഷെ നമ്മുടെ മുറ്റവും നമ്മൾ സാധാരണ വെള്ളപ്പൊക്കങ്ങളെയൊക്കെ വെച്ചിട്ട് കയറത്തില്ല എന്നൊരു പ്രതീക്ഷയിൽ സെറ്റ് ചെയ്തതാണ്. പക്ഷെ ഇവിടെ എല്ലാം ഇതെല്ലാം നമ്മുടെ ഓരോരോ ചെടികളാണ്. ഇതിനകത്തെല്ലാം വെള്ളം കയറി. ഈ പേരയുടെയും ഇതിൻ്റെ എല്ലാം ചുവട്ടിൽ വെള്ളമായി ഗൈസ്, ഫുള്ള് വെള്ളം. അപ്പം ഈ വെള്ളം എല്ലാം കൂടി നമുക്ക് ആകെപ്പാടെ പ്രശ്നങ്ങളാണ്. എന്ത് ചെയ്യാനാണ് ഗൈസ്. ഇത് അരേലിയൊക്കെ ഇടയും കൊടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഫുൾ അരേലിയെയും വെള്ളത്തിനകത്ത് നിന്ന് പോകാതിരിക്കാൻ വേണ്ടി ഇന്നലെ കുറേയൊക്കെ മാറ്റി വെച്ചു. ഇന്ന് കുറേ കൂടിയൊക്കെ വെള്ളമായിട്ടുണ്ട്. അതെല്ലാം എടുത്ത് മാറ്റുക. നമ്മുടെ തോടിൻ്റെ അവസ്ഥ ഉണ്ടോ ഗൈസ്. തോട് ഫുള്ള് ഒഴുക്ക് കൂടി വെള്ളം എല്ലാം ആയി നിൽക്കുക. ഇനി ഈ ചെടികളൊക്കെ എത്രമാത്രം സർവൈവ് ചെയ്യുന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. നമ്മുടെ ഇപ്പം ഞാനെന്നാലും ഇനി ഈ ഗപ്പികളെയൊക്കെ ഒന്ന് മാറ്റാൻ പറ്റുന്ന ചെടികളൊക്കെ ഒന്ന് മാറ്റട്ടെ. അതിനോടൊപ്പം ഗൈസ് നമ്മുടെ താമര കണ്ടോ ഗൈസ്. താമരയുടെ മുട്ട ഏകദേശം വിരിയാനായി. ഇതൊരു 2-3 ദിവസത്തിനകത്ത് വിരിയുമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു മുട്ട തൊട്ട് താഴെ ഉണ്ട്. അങ്ങനെ താമരയൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ കുഞ്ഞു വെള്ളപ്പൊക്ക വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.